ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കേക്ക് റെസിപ്പിയാണ്. അത് കേക്കിൻ്റെ പേരെന്ന് വെച്ചാൽ ഡ്രീം കേക്ക് 2-in-1 ഡോട്ട് കേക്ക് എന്നൊക്കെ പറയും. നമ്മുടെ ഒരു വർഷം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ റീലാക്കാണ്ടിരുന്നപ്പം ഡ്രീം കേക്ക് ഞാൻ ഇടയ്ക്ക് വരുന്നു. അപ്പോൾ എനിക്കൊരു കൊതി ഡ്രീം കേക്ക് ഒന്ന് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊരു വീഡിയോ ആയിട്ടും എടുക്കാം. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പം നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിന് വേണ്ട സ്പഞ്ച് ഉണ്ടാക്കാം. അപ്പം ആ സ്പഞ്ച് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കാൽ ടീസ്പൂണിലും അതിൽ കുറച്ച് കുറവായിട്ടും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഞാൻ അരിച്ചെടുത്തപ്പോൾ അതിനകത്ത് കുറേ കട്ടകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കും. അപ്പം ഞാനിന്ന് ഒരു 4 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ എന്താ ഇവിടെ 4 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഗായ്സ്, നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വാനില എസൻസ് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. സ്വിച്ച് ഓൺ ആക്കാൻ മതി. ഇത് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ പഞ്ചസാര ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാവേ. മുട്ട അതാ നല്ല ഫ്ലഫി ആയിട്ട് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നാക്കുന്നേ ഉള്ളൂ. ഞാൻ ഇത് വെച്ച് അടിക്കുന്നില്ല. അങ്ങനെ അടിച്ചാൽ ചിലപ്പോൾ നമ്മുടെ അടിച്ചെടുത്തതാണ് ചിലപ്പോൾ താന്നു പോകും. അതുകൊണ്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ അരിച്ച് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അതോട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അതിനകത്ത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. മിക്സ് ചെയ്തെടുക്കട്ടെ. പിന്നെ ഇത് ഗായ്സ്, നമ്മുടെ ബാറ്റർ കണ്ടതാ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ കൺസിസ്റ്റൻസി ഉണ്ട്. അപ്പം നമുക്കിനി കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗായ്സ്, ഇവിടെ കേക്ക് ടിന്നിലോട്ട് നമ്മുടെ കേക്ക് ടിൻ ഇതാ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിലൊക്കെ വെച്ച് നമ്മുടെ കണ്ടോ ബാറ്റർ ഉണ്ട്. ഇത് നമുക്ക് സെറ്റായിട്ട് ഇങ്ങനെ ആവും. കണ്ടോ ഗായ്സ്, നമ്മുടെ ബാറ്റർ. നമ്മുടെ ബാറ്റർ ഇതാ വെച്ചിട്ടുണ്ട്. ഞാൻ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ എയർ ബബിൾസ് എല്ലാം പോയി. ഞാൻ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കാണ്. ഞാൻ കുക്കറിനകത്താണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആക്കുന്നതിന് മുമ്പേ ഞാൻ ഇന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു അരമണിക്കൂർ 30-35 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ നമ്മുടെ കേക്ക് ഇതാക്കണ്ടില്ല, നല്ല പൊങ്ങി വന്ന നല്ല കേക്കാട്ടോ. അപ്പം ഞാൻ ഇത് ഒന്ന് തട്ടിയിടാം. കണ്ടില്ല, നമുക്ക് ഇതിലെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. ഇത് ഇടിയാൻ കിട്ടുന്നില്ലല്ലോ. നമ്മുടെ ബട്ടർ പേപ്പർ നമുക്കിതിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ ഒന്ന് പൊങ്ങി ആയിട്ടാണ് നമുക്കൊന്ന് ചെത്തിക്കളയാം. ഞാൻ ചെത്തിക്കളയട്ടെ, ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, നമ്മുടെ കേക്ക് ഇതാ ചെത്തി എടുത്തിട്ടുണ്ട്. നമുക്കിതാ ഈ ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന കേക്കിന് പൊടി കളഞ്ഞു. ഞാൻ ഇതിനകത്തോട്ട് ഇറക്കി വെക്കട്ടെ. കറക്റ്റാണോ എന്തോ. അപ്പൊ ഗായ്സ്, നമ്മുടെ ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്കില്ലേ വൈറ്റ് കോമ്പൗണ്ട് ഒഴിച്ചോളാം. വൈറ്റ് കോമ്പൗണ്ട് ഇതിനകത്തോട്ട് ഒഴിച്ചോളാം. നല്ല സ്പ്രെഡ് ചെയ്ത് നമുക്ക് കൊടുക്കാം ഗായ്സ്. പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചിരിയൊക്കെ കേൾക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനകത്ത് കുറച്ച് നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെലഡി മിഠായില്ലേ, അത് നമ്മുടെ മെൽറ്റ് ചെയ്തെടുത്ത് അതിന് കുറച്ച് ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കത്തോളൂ കേട്ടോ. എന്നിട്ട് ചുറ്റിച്ച് നമുക്ക് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് ഒന്നാക്കിയാൽ നല്ലോണക്കൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. വൈറ്റ് എനിക്ക് ഒന്നിച്ച് കൂടി പോകാൻ തോന്നുന്നു. നമുക്കിനി വൈറ്റ് ഡാർക്ക് കോമ്പൗണ്ട് ഒഴിച്ചു കൊടുക്കാതെ നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ചുറ്റിച്ച് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. എൻ്റെ ഗായ്സ്, ഇപ്പൊ തന്നെ എനിക്ക് വായിന്ന് വെള്ളം വരും. എന്തോ ചെയ്യാനാണ്. കട്ടാക്കിയടി അതിൻ്റെ
ഗൈസ് നല്ല മാർബിൾ കണക്ക് വന്നിട്ടുണ്ട്. ഞാനത് നമ്മളൊരു സ്പെഷ്യൽ സ്ഥാനം ചേർക്കാൻ പോവാണ് ഗൈസ്. പാൽപ്പൊടി കണ്ട് കുറേശ്ശെ നമുക്ക് അങ്ങോട്ട് ഞാൻ തൂക്കി. നമ്മൾ പാൽപ്പൊടി അരിച്ചാണ് ചേർക്കുന്നത്. അത്രയ്ക്ക് പ്യൂരിഫൈങ് പാൽപ്പൊടിയാണ്. നമ്മുടെ പാൽപ്പൊടി ഇട്ടുണ്ട്. നമുക്ക് കൊക്കോ പൗഡർ ലാസ്റ്റ് ടച്ചപ്പ് ആട്ടോ. നമ്മളങ്ങോട്ട് നമ്മുടെ കണ്ടോ നല്ല സെറ്റ് ആയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം ഫ്രീസറിൽ വെച്ചിട്ട്. അപ്പൊ ഗായ്സ് നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താൽ ആൾക്കാരെല്ലാം ഇവിടെ തിരഞ്ഞു നിൽക്കും. പക്ഷെ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്തു. ഗായ്സ് കണ്ടോ എന്റെ പൊന്നോ. അപ്പൊ ഗായ്സ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉറപ്പായിട്ട് ഈ കേക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗായ്സ്.